ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും നമ്മുടെ ദ ട്വിങ്സ് ആക്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഗൈസ് നമ്മുടെ സ്യൂർ എസ്കേപ്പാണ് ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 എസ്കേപ്പ് ഇതിനകത്ത് ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ 3 സംഭവങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്യൂർ എസ്കേപ്പാണ്. നമ്മൾ മെയിൻ ഡോർ വഴി രക്ഷപ്പെടുന്നത് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും ഈ പ്രാവശ്യം എങ്ങനെയും സ്യൂർ എസ്കേപ്പ് നടത്തണം, അതാണ് മെയിനായിട്ടുള്ള പ്ലാൻ. അപ്പോൾ ഇവിടെ ഒരു ക്രൗ ബാർ ഉണ്ട് ഗൈസ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയാമായിരിക്കും. ഓക്കെ, ക്രൗ ബാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പൊളിച്ച് താഴത്തേക്ക് ഇറങ്ങണം ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അമ്മച്ചീനൊന്നും കാണാനില്ല ഗൈസ്. അമ്മച്ചി, എൻ്റെ അപ്പാപ്പൻ, പിന്നെ ബോബ, എൻ്റെ ബക്ക്. ഗൈസ് നമുക്ക് ഈ വഴി ഇറങ്ങാൻ പറ്റുമോ? ഈ വഴി എങ്ങനെയാണ് ഗൈസ് ഇറങ്ങുക? ഈ വഴി ഇറങ്ങാൻ പറ്റില്ല, അവിടെ ഉള്ള പോലെ തന്നെയാണ് ഇവിടെയും. ഓ ഗൈസ്, ഇവിടെ നമുക്ക് ഇങ്ങോട്ട് താഴത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ഇതിനും പറ്റുമോ നോക്കാം. ഓ ഗൈസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇറങ്ങിയാൽ മതിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കുഴപ്പമില്ല, എന്തായാലും ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരു ക്രൗ ബാർ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളൂ. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ഗ്രീൻ കീ ഉണ്ട്. എനിക്ക് തോന്നുന്നു സ്യൂർ എസ്കേപ്പിന് ഗ്രീൻ കീ ആണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് സ്ലെൻഡർമാൻ്റെ മാസ്ക് കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും നന്നായിട്ടുണ്ട് ഗൈസ്. ഈ മാസ്ക് ഉള്ളതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഈ പിടിച്ച് നിൽക്കുന്നത്, ആർക്കും നമ്മൾ മനസ്സിലാവില്ല. പിന്നെ ഒരു ഡൈനാമിറ്റിക്ക് ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ഇവിടെ വേറെ എന്താണ് ഗൈസ്? ഓക്കെ, ഹാമറാണ്. ഹാമറിൻ്റെ ആവശ്യം എന്താണ് ഗൈസ്? എനിക്ക് ഹാമർ വെച്ചിട്ട് എന്താണ് ആവശ്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിനകത്ത്. പിന്നെ ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് സംഭവം കാണാനില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ട്? ഇതെന്താണ്? ഓ, ഇത് നമുക്ക് ആവശ്യമില്ല ഗൈസ്. അതെന്തോ നമ്മുടെ ലൈഫ് കൂട്ടാനുള്ള എന്തോ സാധനമാണ്. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഗൈസ്, അതാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട്? ഇത് മറ്റേ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയാണെന്ന് തോന്നുന്നു ഗൈസ്. വേറെ ഒന്നും ഇവിടെ നമുക്ക് എടുക്കാനില്ല ഗൈസ്. ഓ ഗൈസ്, ഗ്രാനി വന്നിട്ടുണ്ട്. ഗ്രാനി മേളിലേക്കാണോ കയറി വരുന്നത് അറിയില്ല ഗൈസ്. ഗ്രാനി എന്തായാലും വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഗൈസ്? ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നും പ്രത്യേകിച്ച് വേറെ ഒന്നും സാധനം ഇല്ല ഗൈസ്. ഓ, അപ്പാപ്പൻ വന്നിട്ടുണ്ട് ഗൈസ്. എടാ, ഇതെന്ത് തേങ്ങയുടെ ഈ അപ്പാപ്പൻ നമ്മൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പാപ്പൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, എല്ലാം കൂടെ മേളിലേക്ക് കൊണ്ട് ഗൈസ്. ഞാൻ മേളിൽ സൗണ്ട് കേട്ടാ, എല്ലാം നമ്മൾ മേളിലേക്ക് ചെല്ലുന്നുണ്ട്. ഓ, മറ്റേ ചങ്ങായി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ എന്തെങ്കിലും ബോബ് ഗൈസ്. ഈ ഗ്രാനിയുടെ കെണിയിൽ ബോബൊക്കെ വീഴും ഗൈസ്. പക്ഷെ അപ്പാപ്പൻ വീഴണ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല ഗൈസ്. ചിലപ്പെങ്കിൽ അപ്പാപ്പൻ്റെ വൈഫ് എങ്ങാണ്ടല്ലേ ഗൈസ് ഈ അമ്മാമ്മ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഞാനെന്തായാലും താഴെ പോയി നോക്കട്ടെ ഗൈസ്. താഴെ എന്തെങ്കിലും നമുക്ക് വേണ്ട എന്തെങ്കിലും സാധനം എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ താഴെ പോയി നോക്കട്ടെ. ഇനി ഞങ്ങളുടെ ഒരു പ്രതീക്ഷ താഴെ പോയി നോക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെയുള്ള പ്രാണിക്ക് എന്തെങ്കിലും ഒരു പേരിടണം ഗൈസ്. നമുക്ക് വലിയ കോക്കാച്ചിനെ ഇടാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ കോക്കാച്ചിൻ്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ ഗൈസ്. ചെങ്ങായി ഇപ്പം തന്നെ വരും നമ്മുടെ അടുത്തേക്ക്. അവനെ ഡൈനാമിറ്റിക് വെച്ച് നമുക്ക് കൊല്ലണം, അല്ലാതെ വേറെ വഴിയില്ല ഗൈസ്. എനിക്ക് കൊല്ലണമെന്ന് മനസ്സുണ്ടായിട്ടൊന്നും അല്ല. ഓക്കെ, ഇതെന്താണ് ഗൈസ്? എന്ത് സാധനം അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കോക്കാച്ചി വന്നിട്ടുണ്ട്. കുറേ നീക്കി അങ്ങോട്ട് എറിയണം ഗൈസ് ഈ ഡൈനാമിറ്റിക്ക്, അല്ലെങ്കിൽ നമ്മളും ചാവും. പണി പാളി ഗൈസ്. അടുത്ത് തന്നെയാണ് വന്ന് വീണേ. ഓ ഗൈസ്, നമ്മുടെ ലൈഫ് കുറഞ്ഞില്ല. ഓക്കെ, നമ്മൾ ചത്തിലാട്ടോ ഗൈസ്. ഞാൻ വിചാരിച്ചു ചത്തു എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ താഴത്തേക്ക് ഇറങ്ങാം ഗൈസ്. താഴത്തേക്ക് ഇറങ്ങണം. നമ്മുടെ കോക്കാച്ചിക്ക് അനക്കൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്താണോ ഉള്ളതെന്ന് നോക്കണം ഗൈസ്. അവിടെ എന്തോ സാധനം ഉണ്ട്, അതെന്താണെന്ന് നോക്കട്ടെ ഞാൻ എന്തായാലും. ഈ കോക്കാച്ചിനെ കൊണ്ട് തോറ്റു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ പമ്പ് ഹാൻഡിലാണ് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ പമ്പ് ഹാൻഡിൽ നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. നമുക്ക് ആ മേളിലൊരു നമുക്ക് സാധനം എടുക്കണമെങ്കിൽ ആ പമ്പ് ഹാൻഡിൽ വേണമല്ലോ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും മേളിൽ ചെന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും മേളിലേക്ക് പോവാം ഗൈസ്. ചെറിയൊരു പ്രശ്നം പറ്റി ഗൈസ്. നമ്മൾ മേളിലേക്ക് കയറുന്ന വഴി നമ്മൾ താഴത്തേക്ക് വീണു ഗൈസ്. പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ച് ലൈഫ് പോയിന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മാസ്ക് അവിടെ ചാടി പോയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കോക്കാച്ചുള്ള സ്ഥലത്ത് നമ്മുടെ മാസ്ക് അവിടെ ചാടിപ്പോയി. ഇനി ഞാൻ എങ്ങനെ ഗൈസ് ഇവരെ വെട്ടിച്ചുകൊണ്ട് ഞാൻ മേളിലേക്ക് കയറി പോവാം? എനിക്കറിയില്ല കേട്ടോ ഗൈസ്.
ഇപ്പോൾ മറ്റേ ചങ്ങായി ഇപ്പോൾ തന്നെ എന്തായാലും വരും, നമ്മുടെ ബക്ക് എന്തായാലും ഇപ്പോൾ തന്നെ വരും. ഓക്കെ, ബക്ക് വരുന്നുണ്ടോ ഗൈസ്? ഓക്കെ, ബക്ക് വരുന്നുണ്ട്. ബക്കിൻ്റെ നമുക്ക് ഈ താക്കോൽ എടുക്കണം. എന്നിട്ട് ബക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ തുറക്കണം ഗൈസ്. ഈ ചങ്ങാടെ പേരല്ലേ ഗൈസ് ബക്കെന്ന്, ബക്ക് ആൻഡ് ബോബ്. ഇവർ വയസ്സന്മാരാണ് ഗൈസ്. വയസ്സന്മാർ എന്ന് അപ്പാപ്പനും വയസ്സനാണ്, അമ്മാമ്മയും വയസ്സനാണ്, അല്ല വയസ്സിയാണ്. എന്തൊക്കെയല്ലേ ഗൈസ്. അപ്പോൾ ഗൈസ് ഗൈസ് ഈ വഴി എങ്ങാണ്ടാണ് ഗൈസ് നമ്മൾ എസ്കേപ്പ് ആവേണ്ടത്. ഇതാണ് നമ്മുടെ സീറോ എസ്കേപ്പ് എന്ന് പറയുന്നത്. അത് തകർക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഡൈനാമിറ്റിക് വെച്ച് പൊട്ടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. ഓ ഗൈസ്, നമ്മുടെ മാസ്ക് ഗൈസ്. ഈ മാസ്ക് പക്ഷേ നമ്മുടെ മറ്റേ അവിടെ താഴെ ചാടിപ്പോയ മാസ്കാണ്. ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? ഓ ഗൈസ് അറിയില്ല, എന്തായാലും മാസ്ക് കിട്ടിയിട്ടുണ്ട്, അതെന്തായാലും നന്നായി ഗൈസ്. ഓക്കെ, അമ്മാമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ട്, അമ്മാമ്മ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടേക്ക് ഒന്ന് പോയി സെർച്ച് ചെയ്യട്ടെ ഗൈസ്. നമുക്ക് ഫുള്ളും സെർച്ച് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? ഓക്കെ, മറ്റേ തോക്കിൻ്റെ പീസാണ് ഗൈസ്. ഇവിടെ ഒന്നും വേറെ പ്രത്യേകിച്ചില്ല ഗൈസ്. ഓക്കെ, നമുക്കിവിടെ ക്രൗബാർ വെച്ച് സാധനം പൊളിക്കാനുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എന്നിട്ടാണ്? ഓ ഗൈസ്, നമ്മുടെ പാറ്റേൺ ഗൈസ്, പാറ്റേൺ നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. പാറ്റേൺ കിട്ടി ഗൈസ്, പാറ്റേൺ കിട്ടി. പാറ്റേണിന് ഇനി മേളിൽ കൊണ്ട് സെറ്റ് ആക്കണം. ഓ ഗൈസ്, അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അപ്പാപ്പനും അമ്മാമ്മയൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പാപ്പന് എന്തോ സംശയമുണ്ട് ഗൈസ്, പുള്ളിക്കാരൻ നമ്മൾ നോക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് പൊളിക്കാനുണ്ട് ക്രൗബാർ വെച്ച്. ആരും വരുന്നില്ലല്ലോ അല്ലേ? ഓക്കെ ഗൈസ്, ക്രൗബാർ വെച്ച് പൊളിച്ചാലോ? വേണ്ട ഗൈസ്, അമ്മാമ്മ വരുന്നുണ്ട്. അമ്മാമ്മ കണ്ടു കഴിഞ്ഞാൽ സീനാക്കും. അമ്മാമ്മയ്ക്ക് നമ്മളോടുള്ള ക്രഷൊക്കെ പോവും ഗൈസ്. അമ്മാമ്മയ്ക്ക് മാത്രമാണ് ഗൈസ് നമുക്ക് ഈ മാസ്ക് വെച്ചിട്ട് അത്യാവശ്യം സ്നേഹമുള്ളൂ. അപ്പാപ്പനൊക്കെ എന്തോ നമ്മൾ വലിയൊരു ഇത് തെറ്റ് ചെയ്ത പോലെയാണ് നമ്മൾ നോക്കണേ ഗൈസ്. പിന്നെ ഇവിടെ നമ്മുടെ ഗ്രീൻ കീ ഉണ്ട്. ഗ്രീൻ കീ എങ്ങാണ്ടാണ് നമ്മൾ മറ്റേ സിവർ എസ്കേപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗൈസ്. അപ്പോൾ സംഭവം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പമ്പ് ഹാൻഡിലോട് വെക്കട്ടെ. പണി വാളി ഗൈസ്. അപ്പാപ്പനാന്ന് തോന്നുന്നു. അപ്പാപ്പൻ നമ്മളെ കണ്ട് ഗൈസ്, അപ്പാപ്പൻ കണ്ട്. ഓക്കെ, പമ്പ് ഹാൻഡിൽ ഞാൻ എന്തായാലും അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ പോയിട്ട് മാസ്ക് വെക്കട്ടെ ഗൈസ്. ഓക്കെ, നമുക്കിനി ഒന്നും അറിയാത്ത പോലെ അപ്പുറത്തേക്ക് പോകണം ഗൈസ്. അപ്പാപ്പൻ നമ്മളെ മനസ്സിലാവില്ല എന്നാണ് എനിക്ക് തോന്നണേ. പോയി നോക്കാം. ഇല്ല ഗൈസ്, അപ്പാപ്പന് മനസ്സിലായിട്ടില്ല. അപ്പാപ്പൻ അവിടെ നിന്ന് നോക്കുവാണ് നമ്മളെങ്ങോടെ പോയെന്ന്. ഓക്കെ, എന്തായാലും ഈ സാധനം ഹോൾഡ് ചെയ്ത് നോക്കട്ടെ. ഇതിനകത്തുനിന്ന് എന്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും വേണ്ടൊരു സാധനം കിട്ടിയാൽ മതിയായിരുന്നു. നോക്കാം എന്തായാലും എന്ത് കിട്ടുമെന്ന് നോക്കാം ഗൈസ്. ഓക്കെ, ഹോൾഡ് ഗൈസ്. എന്ത് കിട്ടും? നമുക്ക് വേണ്ട എന്തെങ്കിലും സാധനം തരണം. ഓക്കെ, ആ സാധനം താഴത്തേക്ക് ആടിയിട്ടുണ്ട്. ഇനി നമുക്കത് ക്രൗബാർ വെച്ച് തുറക്കണം ഗൈസ്. അതാണ് വേറൊരു സീൻ എന്ന് പറഞ്ഞാൽ. ക്രൗബാർ എടുക്കുമ്പോൾ നമ്മുടെ മാസ്ക് മാറ്റേണ്ടി വരും. നേരെ അമ്മാമ്മയൊക്കെ നമ്മളെ കാണും ഗൈസ്. ഇതെന്തിട്ടാണ്? ഇതാ മറ്റേ സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്രൗബാർ വെച്ച് ഇവിടെ ഒന്ന് പൊളിച്ചിടാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെ കണ്ട് ഗൈസ്, കണ്ട് അമ്മാമ്മയാന്ന് തോന്നുന്നു. അമ്മാമ്മയാണ് അപ്പാപ്പനാണ്, ആരാണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും മാസ്ക് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഒന്നും അറിയാത്ത പോലെ നടക്കാം ഗൈസ്. പിന്നെ ഈ ഒരു വാതിൽ, ആ സാധനം തുറക്കണമെങ്കിൽ നമുക്ക് ഡോർ ഹാൻഡിൽ വേണം ഗൈസ്. പക്ഷേ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തുറന്നിട്ടുണ്ടായില്ല ഗൈസ്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ഇതുണ്ട് എനിക്ക്. അതെന്തായാലും ഈ പ്രാവശ്യം തുറക്കണമെന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു ബട്ടൺ കൂടി വെക്കാനുണ്ട് ഗൈസ്. ആ ബട്ടൺ നമുക്ക് കിട്ടണം. നമുക്ക് പൈസ ഒന്ന് തുറന്ന് നോക്കാം ഗൈസ്. ഓക്കെ, ഞാൻ തുറന്നിട്ടുണ്ട്. നമ്മൾ ആരാണ്ട് കണ്ടിട്ടുമുണ്ട് ഗൈസ്. ആരാന്നറിയില്ല, അമ്മാമ്മയായിരിക്കാം. ഓക്കെ, ഞാൻ എന്തായാലും വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിനി തിരിച്ചു പോകാം ഗൈസ്. നമ്മളിനി ആരും മനസ്സിലാകില്ല ഗൈസ്, കാരണം സ്ലെൻഡറിനയുടെ മാസ്കാണ് ഗൈസ് നമ്മുടെ കയ്യിലിരിക്കണേ. ഓക്കെ, അപ്പാപ്പനാണ് ഗൈസ് നമ്മളെ കണ്ടേ. അപ്പാപ്പനവിടെ നിൽക്കുന്നുണ്ട്. ഓ ഗൈസ്, നമുക്ക് കിട്ടിയാണ് സ്വിച്ച് ബോർഡ് കീ ആണ്. അതെന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ് സ്വിച്ച് ബോർഡ് കീ. അതെന്തായാലും എടുക്കണം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. അപ്പാപ്പനങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ബക്ക് കെണി ചെന്ന് വീണിട്ടുണ്ട് ഗൈസ്. ഈ ബക്കിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഗൈസ്. പുള്ളിക്കാരനാണ് ഈ അമ്മാമ്മയുടെ കെണിയിൽ കൂടുതലും വീഴണേ. പുള്ളിക്കാരൻ കൊണ്ട് ഒരു രക്ഷയില്ല. സ്വിച്ച് ബോർഡ് കീ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. നമ്മൾ ആരാണ്ട് കണ്ടിട്ടുണ്ട് ഗൈസ്. എന്ത് കഷ്ടമാണ് ഗൈസ്. ആരാണ്ട് കണ്ട്, അപ്പാപ്പനായിരിക്കും. ഓക്കെ, ഞാൻ എന്തായാലും മേളിലേക്ക് പോവാണ് ഗൈസ്. മേളിൽ പോയിട്ട് നമുക്ക് ഈ സ്വിച്ച് ബോർഡ് കീ അവിടെ വെക്കണം. പിന്നെ നമുക്ക് ആ പാറ്റേൺ അടിക്കാനുണ്ടല്ലോ ഗൈസ്. ആ പാറ്റേൺ നമുക്ക് അടിക്കണം. എവിടെയാണ് ഗൈസ് സ്വിച്ച് ബോർഡ് കീ വയ്ക്കുന്നത്? മേളിലാണെന്ന് തോന്നുന്നു, ഏറ്റവും മേളിലാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും മേളിലേക്ക് ചെന്നിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ്? ഡൈനാമിറ്റിക്കാണ് ഗൈസ്. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ട്. അതെന്താണ്? ഗൈസ്, റിവോൾവർ പാർട്ടാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് സ്വിച്ച് ബോർഡ് കീ വെക്കാനുള്ള. ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പോൾ സ്വിച്ച് ബോർഡ് കീ ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ നമുക്ക് ഓക്കെ, നമുക്ക് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള ഒരു സാധനം നമുക്ക് എന്തായാലും കിട്ടി ഗൈസ്. ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ ഗൈസ്, ഇവിടെ എന്നിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ നമുക്ക് പാറ്റേൺ അടിക്കണം ഗൈസ്. അയ്യോ, പാറ്റേൺ ഞാൻ മറന്നുപോയി ഗൈസ്. വെരി ഗുഡ് ഗൈസ്, പാറ്റേൺ ഞാൻ മറന്നുപോയി. അതെങ്ങനെയായിരുന്നു? ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നണേ. അല്ല ഗൈസ്, ഇങ്ങനെയല്ല. നോക്കട്ടെ ഗൈസ്, നോക്കട്ടെ ഗൈസ്. ആ പാറ്റേൺ എങ്ങനെയായിരുന്നു? പാറ്റേൺ ഞാൻ മറന്നുപോയി. ഇങ്ങനെയല്ല ഗൈസ്, ഈ പാറ്റേൺ ഇങ്ങനെയല്ല ഗൈസ്. എല്ലാത്ത തൊല്ലയായില്ല ഗൈസ്. ആ പാറ്റേൺ നമ്മൾ എവിടെയാണെന്ന് ഗൈസ് കണ്ടേ? താഴെയാണ്. നമുക്ക് അതെന്തായാലും പോയി നോക്കിയിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ പാറ്റേൺ പോയി നോക്കിയിട്ടുണ്ട് ഗൈസ്. പാറ്റേൺ ഞാൻ ഫൈനലി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയല്ല ഗൈസ് പാറ്റേൺ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അവിടെ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എസ് ഗൈസ്, ഇവിടെ എന്താണ് സാധനമുള്ളത്? ഓ ഗൈസ്, നമുക്ക് കിട്ടിയേക്കണത് ഹാൻഡ് വീലാണ്. ഹാൻഡ് വീൽ വെച്ചിട്ട് എന്തായിരുന്നു ഗൈസ് കളി? ഓക്കെ, എനിക്കറിയാം മറ്റേ സാധനം. താഴെ പോയിട്ട് മറ്റേ സാധനം, വെള്ളം പറ്റിക്കുന്ന ഒരു സംഭവമാണിത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡോറ് തുറക്കാനുണ്ട്. ആ ഡോറ് തുറക്കണമെങ്കിൽ നമുക്ക് ആ താഴെ പോയി ഇലക്ട്രിക് നമുക്ക് ഓഫ് ചെയ്യണം ഗൈസ്. ഇവിടെയൊക്കെ നമ്മൾ വന്നതല്ലേ. ഓക്കെ ഗൈസ്, ആൻഡ് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനിയും കുറേ സംഭവങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് ഗൈസ്. ഇഷ്ടം പോലെ സാധനങ്ങളിവിടെ കണ്ടുപിടിക്കാനുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പണി കിട്ടിയേക്കുന്നത്. ഓക്കെ, ഈ വഴി നമുക്ക് താഴത്തേക്ക് പോകണ്ട ഗൈസ്. അത് റിസ്ക്കാണ്. ആ ലേസറിൽ മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പടാവും ഗൈസ്. അത് നമുക്ക് വേറെ ആരെങ്കിലും പടാകാം. ഓക്കെ, അമ്മാമ്മയും മറ്റേ ചങ്ങായി നിൽക്കുന്നുണ്ട്. ബക്കും നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡൈനാമിറ്റിക്ക് ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് ഗൈസ്. നമുക്കിപ്പോൾ ഒന്നും ആയിട്ടില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ്, നമുക്ക് ഇവിടെ ഇത് തകർക്കണമെങ്കിൽ ഡൈനാമിറ്റിക്ക് വെച്ച് തകർക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. അല്ലെങ്കിൽ വേറെ എന്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. എന്തായാലും അതൊക്കെ നമുക്ക് നോക്കണം ഗൈസ്. ഇവിടെ വേറെ ഒന്നും എടുക്കാനില്ല ഗൈസ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഡൈനാമിറ്റിക്ക് വെച്ച് പൊട്ടിച്ച് നോക്കാം. ഇവിടെ എന്താണ് ഗൈസ്? ഇവിടെ എന്തോ സാധനം കിടക്കുന്നുണ്ടല്ലോ. ഓക്കെ ഗൈസ്, ഇവിടെയാണ് നമ്മൾ ഹാൻഡ് വീൽ വെക്കണ്ടേ. ലെറ്റ്സ് ഗോ. ഹാൻഡ് വീൽ ഇവിടെയാണ് ഗൈസ് വെക്കണ്ടേ ഗൈസ്. ഇവിടെ കിടക്കുന്ന മറ്റേ റെഡ് കീ ആണ്. റെഡ് കീയുടെ ആവശ്യം നമുക്കില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഹാൻഡ് വീൽ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും എസ്കേപ്പ് ആവേണ്ട ഈ വഴിയാണ്. അപ്പോൾ നമുക്ക് ഈ ഡയമണ്ട് ഇവിടെ എന്തായാലും ഡ്രോപ്പ് ചെയ്യാം ഗൈസ്. എസ്കേപ്പ് ആവേണ്ട എന്തായാലും ആ വഴിയാണ്. അപ്പോൾ നമുക്ക് ഡയമണ്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ. എന്തായാലും ഇപ്പോൾ എല്ലാവരും താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ആരും വരുന്നുണ്ട്? ഇല്ല ഗൈസ്. ഇവിടെയാണ് നമുക്ക് ആ സാധനം വെക്കേണ്ടത്. ഡോർ ഹാൻഡിലൊക്കെ നമുക്ക് ഇനി കണ്ടുപിടിക്കാനുണ്ട്. ഞാൻ ഇന്നേ വരെ ആ സാധനം തുറന്നിട്ടില്ല ഗൈസ്. ആ റൂം തുറന്നിട്ടില്ല. അത് തുറന്ന് നോക്കണം. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ഇതുണ്ട് നമുക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഗ്രീൻ കീ എടുക്കട്ടെ ഗൈസ്. ഈ ഗ്രീൻ കീ എങ്ങാണ്ടാണ് നമുക്ക് വേണ്ടത്. സിവർ എസ്കേപ്പിന് വേണ്ട കീ ഗ്രീൻ കീ ആണെന്നാണ് എനിക്ക് തോന്നണേ. ഗ്രീൻ കീ അല്ലെങ്കിൽ ബ്ലൂ കീ ആയിരിക്കും. എന്തായാലും നോക്കാം ഗൈസ്. നമുക്ക് ആ പ്ലാങ്കും കൂടി എടുത്തുകൊണ്ട് വന്നാലേ ഗൈസ്. ആ പ്ലാങ്കിൻ്റെ ആവശ്യം നമുക്ക് എന്തായാലും ഉണ്ട്. പ്ലാങ്കും കൂടി എടുത്തുകൊണ്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ മറ്റേ പ്ലാങ്കും കൂടി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പ്ലാങ്കും കൂടി നമുക്ക് മേളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ മറ്റേ മൊണാലിസയുടെ പെയിൻറ്റിങ് നമുക്ക് എടുക്കാനുണ്ട്. അതുകൊണ്ട് ഈ പ്ലാങ്ക് നമുക്ക് എന്തായാലും അവിടെ കൊണ്ടുവന്ന് വെക്കാം ഗൈസ്. നമുക്ക് ഓക്കെ, നമുക്ക് പോകേണ്ട വഴി ഏതാണ് ഗൈസ്? ഇവിടെ ആരെങ്കിലും ഉണ്ട്? ഇല്ല ഗൈസ്, ഇവിടെ ആരും ഇല്ല. നമുക്ക് പ്ലാങ്ക് മേളിലല്ലേ ഗൈസ് കൊണ്ടുപോയി വെക്കേണ്ടത്. കാരണം നമുക്ക് ആ മേളിൽ ആ ഇലക്ട്രിക് ഡോറില്ല ഗൈസ്, അവിടെയാണ് നമുക്ക് വെക്കേണ്ടത് ഗൈസ്. അപ്പം ഞാൻ ആ പ്ലാങ്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ സിവറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിവറിൽ പോയിട്ട് മറ്റേ നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ സംഭവം ഓഫ് ചെയ്യട്ടെ ഗൈസ്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മേളിൽ നമുക്ക് ആ ഡോർ സെറ്റായി കിട്ടും ഗൈസ്. ഇവിടെ വേറെ എന്ത് സാധനം ഇരിക്കുന്നുണ്ട്? അയൺ കോഗ് ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈം ഈ സാധനം ഒന്ന് ഓഫ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് അയൺ കോഗും കൂടി എടുത്തുകൊണ്ട് പോകാം ഗൈസ്. അയൺ കോഗിൻ്റെ ആവശ്യം ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അയൺ കോഗ് ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മേളിലേക്ക് പോകാം ഗൈസ്. നമ്മുടെ പ്ലാങ്ക് എന്തായാലും അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, മാസ്ക് വെച്ചോ. ഇവിടെ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ പണിയാണ്. ഓക്കെ, ഞാൻ എന്തായാലും മാസ്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് ഗൈസ്. ഓക്കെ, ബോബ് ഗ്രാനയുടെ കിണിയിൽ വീണിട്ടുണ്ട് ഗൈസ്. ഭയങ്കര ഇരുട്ടാണ് ഗൈസ്. നേരാച്ചുവ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, ഞാൻ എന്തായാലും മേളിൽ പോയിട്ട് ആ ഡോറൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, ഡോർ ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ട്? ഒരു ഡൈനാമിറ്റിക്ക് ഇരിക്കുന്നുണ്ട്. അതെന്തായാലും എടുത്ത് കൈ പിടിച്ചേക്കാം. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇല്ല ഗൈസ്, ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ഡൈനാമിറ്റിക്ക് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഇത്
ഇപ്പം തന്നെ എല്ലാവരും താഴെ വരും. ഓക്കെ, നമുക്ക് എന്തായാലും പയ്യെ താഴത്തേക്ക് പോകണം. താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗൈസ് ഈ സാധനം കണ്ട ഗ്യാസ് സിലിണ്ടറോ അങ്ങനത്തെ സംഭവമാണിത്. അതെന്താ നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെയായിട്ടും. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തോ സാധനമാണ്. അതെന്തായാലും നോക്കണം, അതെന്തിനാ അത് ഉപയോഗിക്കണേന്നൊക്കെ നമുക്ക് നോക്കണം. ഗൈസ് ഇവിടെ ആയിട്ടാണ് നമ്മുടെ കോഗ് വീൽ വെക്കേണ്ടത്, പക്ഷേ അയൺ കോഗ് വെക്കേണ്ടത്. പക്ഷേ നമുക്ക് അവിടുത്തെ ആ സ്വിച്ചൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് 2 ഡോർ ഹാൻഡിൽ കണ്ടുപിടിക്കാനുണ്ട് ഗൈസ്. ഞാൻ എന്തായാലും ഇവിടുത്തെ ഇതൊന്ന് പൊളിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ഗൈസ്. ഞാനപ്പോൾ ഡൈനാമിറ്റിക്ക് അവിടെ എന്തായാലും ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോഴത്തേക്ക് മാറിയിക്കാം. പണി വാളി ഗൈസ്. ഡൈനാമിറ്റിക്ക് പൊട്ടിയതോടെ നമ്മുടെ ലൈഫും പകുതി പോയിട്ടുണ്ട്. ഓക്കെ, എന്ത് കഷ്ടമാണിത് ഗൈസ്. നമ്മുടെ ലൈഫ് പകുതി പോയി. നമ്മൾ വീണ്ടും ഇതെവിടെയാണ് ഗൈസ് വന്നേക്കുന്നത്? ഓക്കെ, ഇവിടെയാണ്. നമുക്ക് ഈ ബാത്റൂം ഇളക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും ഈ ബാത്റൂമിൻ്റെ ഈ സംഭവം ഇളക്കിയിട്ട് ഇപ്പുറത്തോടെ ഞാൻ പോട്ടെ. മാസ്ക് ഉള്ളതുകൊണ്ട് പിന്നെ വലിയ സീനില്ല ഗൈസ്. മാസ്കാണ് നമ്മുടെ രക്ഷ. അപ്പോൾ താഴെ നമ്മൾ ഡൈനാമിറ്റി വെച്ച് പൊട്ടിയോ എന്നൊക്കെ നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും താഴെ പോയി നോക്കട്ടെ ഗൈസ്, നമ്മുടെ ആ സംഭവം പൊളിഞ്ഞോ നോക്കട്ടെ. യെസ് ഗൈസ്, അതിവിടെ പൊളിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ വഴിയാണ് ഗൈസ് നമുക്ക് എക്സിറ്റ് ആവേണ്ടത്. അയ്യോ, മാസ്ക് തെറിച്ചു പോയി ഗൈസ്. ഞാൻ അറിയാണ്ട് മാസ്ക് ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് കൂട്ടിയിട്ടാൽ മതി. നമുക്കിപ്പോൾ ഒരു സാധനം ഡയമണ്ട് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഡയമണ്ടും അതുപോലെ തന്നെ ഗ്രീൻ കീ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ കീ നമുക്ക് തൽക്കാലം കയ്യിലെടുത്ത് പിടിക്കാം ഗൈസ്. എന്തായാലും ഗ്രീൻ കീ കയ്യിലിരിക്കട്ടെ. നമുക്ക് എന്തായാലും ഗ്രീൻ കീ ഇവിടെ കൊണ്ടുവന്ന് ഇടാം ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഗ്രീൻ കീ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഗ്രീൻ കീ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലും നമുക്ക് വലിയ വിഷയമില്ല. ഇതാരാണിത് ഗൈസ്? ബോബാണ്. ഞാൻ വെക്കുന്നു എന്താണെന്ന് വിചാരിച്ചു പോയി. ഓക്കെ, ബോബാണ് അവിടെ വന്നത്. ഞാൻ എന്തായാലും ഗ്രീൻ കീ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളതല്ല, നമുക്ക് എടുക്കാനുള്ളത് മൊണാലിസയുടെ പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഗോൾഡ് കോയിനാണ്. പിന്നെ കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് മറ്റൊരു ബട്ടൺ കണ്ടുപിടിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോർ ഹാൻഡിൽ കണ്ടുപിടിക്കാനുണ്ട് ഗൈസ്. 2 ഡോർ ഹാൻഡിൽ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ കോഡ് ഗൈസ്. ഈ കോഡാണ് ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞ്. ഞാൻ എന്തായാലും ഉള്ളൂ ഗൈസ് ഒന്നുകൂടിയും പോയിട്ട് നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ സംഭവം ഒന്ന് ഓഫ് ചെയ്യട്ടെ. കാരണം നമ്മുടെ അവിടുത്തെ ആ ഡോറ് ക്ലോസ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഡെഡ് ആയില്ലോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഡോർ അവിടെ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മേളിലേക്ക് പോട്ടെ ഗൈസ്. നമുക്കിനി എന്തായാലും മേളിൽ പോയിട്ട് നമുക്ക് ആ പലക അതായത് പ്ലാങ്ക് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും മേളിൽ ചെന്നിട്ട് ആ പ്ലാങ്ക് എന്തായാലും അവിടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് മൊണാലിസയുടെ പെയിൻറ്റിങ് എടുക്കാനുള്ളതാണ്. ഗൈസ്, അപ്പോൾ ഞാനങ്ങനെ മേളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. പ്ലാങ്ക് നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്. പ്ലാങ്ക് ഞാൻ എന്തായാലും അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ. നമ്മുടെ മൊണാലിസയുടെ പെയിൻറ്റിങ് എടുക്കണമല്ലോ. ഓക്കെ, ഞാൻ എന്തായാലും അപ്പുറത്തേക്കൊന്ന് കടക്കട്ടെ ഗൈസ്. യെസ്, ഞാൻ എന്തായാലും അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. പയ്യെ സൂക്ഷിച്ചു വേണം ഗൈസ് ഇവിടെ കടക്കാൻ. പണി പാളി ഗൈസ്. എന്ത് കഷ്ടമാണത് ഗൈസ്. നമ്മളെ ബക്ക് പിടിച്ച്. നമുക്ക് എങ്ങനെയും ആ പ്ലാങ്ക് അവിടെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വന്നേക്കണ ആ മറ്റു സ്ഥലത്തേക്ക് തന്നെയാണ് ഞാൻ വന്നേക്കണേ ഗൈസ്, നമ്മുടെ പ്ലാങ്ക് വെക്കാനുള്ള സ്ഥലത്തേക്ക്. പക്ഷേ നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അപ്പുറത്തെ വഴി സെറ്റ് ആക്കേണ്ടി വരും. പക്ഷേ ഗൈസ്, വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാങ്ക് കിടക്കുന്നത് താഴെയാണ് ഗൈസ്. എന്ത് അവസ്ഥയാണ് ഗൈസ്. നമ്മുടെ പ്ലാങ്ക് ചെയ്ത് അവിടെയായിട്ടാണ് കിടക്കുന്നത് ഗൈസ്. പ്ലാങ്ക് എവിടെ? ഇതേ കിടക്കണം ഗൈസ് പ്ലാങ്ക്. നമുക്ക് ആ സാധനം എടുക്കണം. ഞാൻ എന്തായാലും പയ്യെ താഴത്തോട്ടൊന്ന് ഇറങ്ങട്ടെ. പണി പാളി ഗൈസ്. നമ്മുടെ മാസ്ക് ഉൾപ്പെടെ ഊരിപ്പോയിട്ടുണ്ട്. വേഗം എടുത്ത് മാസ്ക് വെക്കടേ, മാസ്ക് വെക്ക്. ഓക്കെ ഗൈസ്, 2 വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അടുത്ത് വരെ എത്തിയായിരുന്നു. നമ്മുടെ മറ്റേ ബോബാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ആ പ്ലാങ്ക് എങ്ങനെയും എടുത്താൽ അവിടെ നിന്ന് സെറ്റ് ചെയ്യണം. മൊണാലിസയുടെ പെയിൻറ്റിങ് എടുക്കണം. പിന്നെ ഗോൾഡ് കോയിൻ അതും സെറ്റാക്കണം ഗൈസ്. പിന്നെ നമുക്ക് എടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഡോർ ഹാൻഡിലാണ് ഗൈസ്. ഡോർ ഹാൻഡിൽ 2 എണ്ണം വേണം. അതുപോലെ തന്നെ നമുക്ക് ആ ബട്ടൺ വേണം ഗൈസ്. ഇവിടെ ബ്ലൂ കീ കിടക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൂ കീ ആയിരുന്നില്ല ഗൈസ് അവിടെ യൂസ് ചെയ്യേണ്ടത്, ഗ്രീൻ കീ തന്നെയായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് ബ്ലൂ കീ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് ഗ്രീൻ കീ ആയിരുന്നു അവിടെ വേണ്ടിയിരുന്നത്. ഗ്രീൻ കീ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് അവിടെ. ഇവിടെ നമുക്കൊരു ബട്ടൺ വേണം ഗൈസ്. ആ ബട്ടൺ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കണം. ബട്ടൺ ഇപ്പോൾ എവിടെ ഉണ്ടാവും ഗൈസ്? എനിക്കറിയില്ല. ഓക്കെ, ഇവിടെ ഇനിയിപ്പോൾ ഞെക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. കാരണം നമുക്ക് ആ മറ്റേ ബട്ടൺ കൂടി കണ്ടുപിടിക്കാനുണ്ട്. അതും കൂടി കണ്ടുപിടിച്ചാലാണ് ഗൈസ് സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് കണ്ടുപിടിക്കട്ടെ ഗൈസ്. കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്.
എവിടെ 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 ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യട്ടെ. നമുക്ക് ഫുള്ളും സെർച്ച് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലില്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൽ വന്നതല്ല ഗൈസ്. അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല ഗൈസ്. ഇതിപ്പോൾ എവിടെയാണ് ഗൈസ് നമ്മുടെ ബട്ടൺ? ഗൈസ് ഞാൻ അങ്ങനെ വീണ്ടും ഇലക്ട്രിസിറ്റി ഓഫ് ആക്കിയിട്ട് ഞാൻ എന്തായാലും മേളിൽ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിവിടെ കോഗ് വീല് വെച്ച് അയൺ കോഗ് വെച്ച് കഴിഞ്ഞാൽ യെസ് ഗൈസ്. അതെന്തിട്ടാണ് ഗൈസ്? എന്തോ സാധനം താഴത്തേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതവിടെ പോയി നോക്കട്ടെ ഗൈസ്. അതെന്താണെന്ന് അറിയില്ല. ഗ്രാനിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും മാസ്ക് ഉള്ളതുകൊണ്ട് പിന്നെ സീനില്ല. ഞാൻ എന്തായാലും താഴെ പോയി നോക്കട്ടെ അത് എന്ത് സാധനമാണെന്ന് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഡോർ ഹാൻഡിലാണെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. ഗ്രാനിയൊക്കെ ആ വഴി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വഴി ഒന്ന് ചെല്ലട്ടെ ഗൈസ്. ഈ വഴി പോയിട്ട് വേണം നമുക്ക് ആ ഡോർ ഹാൻഡിലൊന്നും എടുക്കാൻ. ഡോർ ഹാൻഡിലാണെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. വഴി ഏതാണ്? വഴി 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 ഓക്കെ. ഞാൻ എന്തായാലും വീണ്ടും ഇവിടെ തന്നെ വന്നിട്ടുണ്ട് ഗൈസ്. ഗ്രീൻ കീ എന്തായാലും ഇനിയിപ്പോൾ അവിടെ ഇട്ടേക്കാം. ഗ്രീൻ കീയുടെ ആവശ്യമില്ല ഗൈസ്. കാരണം ഗ്രീൻ കീ വെച്ച് നമ്മളത് തുറന്നല്ലോ, ലോക്ക് തുറന്ന്. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് അവിടെ ചാടി സാധനം എന്താണെന്ന് നോക്കണം. അതിനു മുമ്പ് നമുക്ക് ഇവിടെയൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് പോകാം ഗൈസ്. എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. ഓക്കെ, കറണ്ട് വന്നാണ് ഗൈസ്. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഓക്കെ, ഇതെന്താണ് ഗൈസ് ഇവിടെ ചാടിയേക്കണേന്ന് നോക്കട്ടെ. യെസ് ഗൈസ്, ഡോർ ഹാൻഡിലാണ്. അപ്പോൾ നമുക്ക് ഒരു ഡോർ ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു ഡോർ ഹാൻഡിൽ കിട്ടി. ഇനി ഓറിനോട് നമുക്ക് കിട്ടാനുണ്ട് ഗൈസ്. ഈ ഡോർ ഹാൻഡിൽ എന്തായാലും നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കാം ഗൈസ്. ഞാൻ എന്തായാലും ഈ ഡോർ ഹാൻഡിൽ അവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ ഗൈസ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും മിസ്സായി പോകാൻ പാടില്ല ഗൈസ്. കിട്ടുന്ന സാധനം അപ്പം കൊണ്ട് നമ്മൾ അവിടെ വെക്കണം. ഇല്ലെങ്കിൽ പണിയാണ് ഗൈസ്. കാരണം ഇതിനകത്ത് കുറേ വഴിയുണ്ട്. അതുകൊണ്ട് നമുക്ക് എവിടെയാണ് വെച്ച് എവിടെ ചാടി പോയി നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എന്തായാലും താഴത്തേക്ക് ഒന്നും പോയി നോക്കട്ടെ ഗൈസ്. ഞാൻ താഴെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇതെന്താണ്? ഓക്കെ ഗൈസ്, നമ്മുടെ മേളിലത്തെ മറ്റേ കോഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആ നമ്പർ കോഡ് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല കാരണം അവിടെ ലേസറാണ്. ഞാൻ എന്തായാലും ഒരാളെ വിളിച്ചു വരുത്താൻ പോവാണ് ഗൈസ്. എന്തായാലും ചങ്ങായി വരുമ്പോൾ പടമായിക്കോളും. നമുക്ക് നോക്കാം എന്തായാലും ഗൈസ്. അപ്പോൾ ഈ നമ്പറാണ് മേളിൽ അടിക്കേണ്ടത്. അപ്പോൾ ആലിപ്പോൾ തന്നെ വരും ഗൈസ്. ആലിപ്പോൾ തന്നെ വരാതിരിക്കില്ല. മിക്കവാറും നമ്മുടെ ബക്ക് തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ ഗൈസ്, ബക്ക് തന്നെയാണ് വന്നേക്കണേ. ബക്ക് പടമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും അവിടുത്തെ ആ നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ നമ്പർ എന്തായാലും മേളിൽ കൊണ്ടുവന്ന് വെക്കണം ഗൈസ്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കിട്ടാതിരിക്കില്ല. അത് നമുക്ക് വേണ്ട സാധനം ആയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് മേളിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. ഗൈസ് അത് എവിടെയായിട്ടാണ് ഗൈസ് ആ റൂം? മേളിലല്ലേ? ഏറ്റവും മേളിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ കണ്ടായിട്ടാണ്. അല്ല ഗൈസ്, ഇവിടെ അല്ല. ഇപ്പറയാണ് ഗൈസ്, ഇപ്പറയാണ്. യെസ്, ഇവിടെ തന്നെ. അപ്പോൾ നമ്പർ എത്രയാണെന്ന് ഗൈസ്? 4222. യെസ് ഗൈസ്, ഇതെന്താണ് ഗൈസ്? ബട്ടൺ ഗൈസ്, ബട്ടൺ കിട്ടി ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ് ബട്ടൺ. ഇതാണ് ഞാൻ കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ട് നടന്നത്. അപ്പോൾ ബട്ടൺ എന്തായാലും കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ബട്ടൺ അവിടെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഗ്രാനിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ബട്ടൺ ഒന്ന് ഞെക്കി അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറണം. അതിനു മുമ്പ് ഗൈസ് ഇത് എന്ത് തേങ്ങയാണ് ഈ ഗ്രാനിക്ക് നമ്മളോട് എന്താണ് ഇങ്ങനെ ക്രഷ്? എൻ്റെ പൊന്ന് ഗ്രാനി, ഞാൻ ഇപ്പോൾ അതിനുള്ള സമയത്തിലൊന്നും അല്ല. നിങ്ങൾ പോയി നിങ്ങളുടെ ഗ്രാൻഡ് പേനെ സെറ്റാക്ക്. അല്ലാതെ നമ്മളെ നോക്കിയിട്ടൊരു കാര്യമില്ല. നമ്മളിവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി വന്നേക്കണെയാണ് ഗൈസ്. ഞാനപ്പോൾ എന്തായാലും വീണ്ടും മേളിൽ തന്നെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനിയും കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് ഗൈസ്. ഞാനങ്ങനെ താഴെ വന്ന് വീണ്ടും നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് ആ മേളിൽ കൊണ്ട് ആ പ്ലാങ്ക് വെക്കണം ഗൈസ്. ആ പ്ലാങ്ക് നമുക്ക് വെച്ചേ പറ്റൂ. എന്നാലാണ് നമുക്ക് ആ മൊണാലിസയുടെ പെയിൻറ്റിങ് എന്തായാലും എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ പ്ലാങ്ക് ഒന്ന് മേളിൽ കൊണ്ട് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. എവിടെ? ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ റൂം. അവിടെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യണം ഗൈസ്. ഇതെന്താണ്? അയ്യോ എൻ്റെ പൊന്ന് ബക്കെ, നിനക്ക് വാതിലടച്ചിട്ടിട്ട് ഇതൊക്കെ ചെയ്തുകൂടെ? ബാക്കിയുള്ളവരെ മണ്ടനാക്കാനായിട്ട് നടന്നോളൂ ഗൈസ്. നമ്മുടെ ബക്കിന് ഒരു നാണമല്ലോ ഗൈസ്. ഞാനങ്ങനെ വീണ്ടും നമ്മുടെ മേളിലെത്തിയിട്ടുണ്ട്. ഈ പ്ലാങ്ക് നമുക്കിവിടെ വെക്കണം ഗൈസ്. അതാണ് മെയിൻ ലക്ഷ്യം. ഓക്കെ, ചാട്. ഓക്കെ, നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതെന്ത് കഷ്ടമാണ് ഗൈസ്. ഇതാണ് ഞാൻ കുറേ നേരമായിട്ട് കിടന്ന് അനുഭവിക്കുന്നത്.
നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ്. ഞാൻ എന്തായാലും ഒരു വട്ടം കൂടി ഒന്ന് നോക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെന്തായാലും നമ്മുടെ പ്ലാങ്ക് മേളിൽ കൊണ്ടുവന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എവിടെയാണെന്ന് നോക്കട്ടെ ഗൈസ്. സ്ക്രൂ ഡ്രൈവർ എനിക്ക് തോന്നുന്നു മേളിലാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, ഇല്ല ഗൈസ്, സ്ക്രൂ ഡ്രൈവർ ഇവിടെ ഇല്ല ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ. നമുക്കെന്തായാലും ഇവിടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഇവിടെയൊക്കെ സെർച്ച് ചെയ്തതെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, ഇതിനുള്ളിൽ എന്തിലുണ്ട്? ഇതെന്നിട്ടാണ്? ഓക്കെ, ഇതെവിടെ നമ്മൾ വന്നാണ് ഗൈസ്. ഇവിടെ ഒന്നും വേറെ ഒന്നും ഇല്ല ഗൈസ്. നമ്മളിനി എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കണ്ടുപിടിച്ചാൽ പറ്റുള്ളൂ. നമ്മുടെ ക്രൗബാർ അവിടെ കിടക്കുന്നുണ്ട്. ക്രൗബാറിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും താഴെ എത്തിയിട്ട് നമുക്ക് ഈ ബട്ടൺ ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് അവിടെ പോയി ഒന്ന് നോക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനം കിട്ടിയാൽ മതിയായിരുന്നു. നോക്കാം എന്തായാലും. ഓക്കെ, കയറി. ഓക്കെ, നമുക്ക് എന്തായാലും കോഗ്ഗിയുടെ അടുത്ത്. ഓ, മാസ്ക് തെറിച്ച് പോയി ഗൈസ്. ഓക്കെ, സിലിണ്ടറിൻ്റെ മാസ്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ അയൺ കോഗ് കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ച് പുറത്തോട്ട് തന്നെ ഇറങ്ങട്ടെ. ഓക്കെ, സെറ്റാക്ക് ഗൈസ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതിയായിരുന്നു. നോക്കാം എന്തായാലും കിട്ടുമല്ലോ നോക്കാം എന്തായാലും. ഓക്കെ, എവിടെയാണ് ഗൈസ്? ഓക്കെ, ഇതില്ലേ, ഓണാക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ വന്നെ നോക്കട്ടെ ഗൈസ്. വീണ്ടും നമുക്ക് അടുത്തൊരു ഡോർ ഹാൻഡിലും കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ അടുത്തൊരു ഡോർ ഹാൻഡിലും കൂടി നമുക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഞാൻ എന്തായാലും മേളിൽ കൊണ്ടുവന്ന്, അല്ല മേളിലല്ല, നമ്മുടെ ഇവിടെ തന്നെ സെറ്റാക്കാനുണ്ട് ഈ ഡോർ ഹാൻഡിൽ. ഒരെണ്ണം കിട്ടിയായിരുന്നു, ഒരെണ്ണം കൂടി അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതും കൂടി ഞാൻ എന്തായാലും ഇവിടെ നിന്ന് വെക്കട്ടെ ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ അതെന്തായാലും ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടണമെന്നൊക്കെ നോക്കട്ടെ. ഫസ്റ്റ് ടൈമാണ് ഈ സെനയുടെ ഉള്ളിൽ കയറുന്നത് ഗൈസ്. നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇതെന്തിട്ടാണ് ഗൈസ്? പ്ലാസ്മ ഗൺ, ഗ്യാസ് സിലിണ്ടർ, എന്തോ ഒരു പ്ലാസ്മ ഗണ്ണാണ് ഗൈസ് അത്. പിന്നെ ഒരു ഗ്യാസ് സിലിണ്ടർ ഇരിക്കുന്നുണ്ട്. ഓ ഗൈസ്, നമ്മുടെ താഴെയായിട്ട് ഒരു ഗ്യാസ് സിലിണ്ടർ നമ്മൾ കണ്ടില്ലായിരുന്നു ഗൈസ്. അത് ഇതിനു വേണ്ടി യൂസ് ചെയ്യാനായിരിക്കുന്നതാണ് എനിക്ക് തോന്നണേ. അത് എവിടെയായിട്ടായിരുന്നു ഗൈസ് നമ്മൾ ആ ഗ്യാസ് സിലിണ്ടർ കണ്ടേ? എവിടെയോ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ അതെവിടെ? നമുക്ക് മറ്റേ മൊണാലിസയുടെ പെയിൻറ്റിങ് എടുക്കണമെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേണം. അതുകൊണ്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. താഴത്തേക്ക് ചാടിയില്ലെങ്കിൽ ഭാഗ്യം. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ ഗൈസ്. സ്ക്രൂ ഡ്രൈവർ വെച്ച് അതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഞാനെന്തായാലും അവിടെ പ്ലാങ്കൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെന്നെ കഷ്ടമാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ മൊണാലിസയുടെ പെയിൻറ്റിങ് എന്തായാലും എടുത്തിട്ടുണ്ട് ഗൈസ്. പക്ഷെ വേറെ പ്രശ്നമുണ്ടായി. നമ്മുടെ മാസ്ക് നമ്മളറിയാതെ ഡ്രോപ്പ് ചെയ്ത് പോയി ഗൈസ്. അതുകൊണ്ട് അവന്മാർ നമ്മുടെ പുറകെ തന്നെ നടക്കുമായിരുന്നു. പണി പാളിയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, നമ്മൾ ബക്ക് പിടിച്ച് ഗൈസ്. ഇതെന്ത് അവസ്ഥയാണ് ഗൈസ്? ഗൈസ്, പണി പാളി. ഞാൻ എന്തായാലും ഗൈസ് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല ഗൈസ്. ഞാനെന്തായാലും മേളിലേക്ക് പോട്ടെ ഗൈസ്. ഞാനങ്ങനെ എന്തായാലും മേളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ വേറൊന്നും സാധനങ്ങൾ എടുക്കാനില്ല എന്നാണ് എനിക്ക് തോന്നണേ. നമ്മുടെ മാസ്ക് എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ടായി. മാസ്ക് നമ്മുടെ താഴ്ചാടി പോയ മാസ്ക് നമ്മളെന്തായാലും എടുത്തു ഗൈസ്. നമ്മളങ്ങനെ താഴെ പോയി നമ്മുടെ ഗോൾഡ് കോയിൻ എന്തായാലും എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഗോൾഡ് കോയിൻ എന്തായാലും നമ്മുടെ അവിടെ കൊണ്ടുവന്ന് ഇടട്ടെ ഗൈസ്. അപ്പോൾ 3 സാധനങ്ങൾ നമുക്ക് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എസ്കേപ്പ് ആവാം ഗൈസ്. പക്ഷെ നമ്മളെങ്ങനെ പെട്ടെന്ന് എസ്കേപ്പ് ആവുക ഗൈസ്? നമുക്ക് എന്തായാലും നമ്മുടെ ഗ്രാനിക്കും ഗ്രാൻഡ് പേക്കൊക്കെ ഒരു പണി കൊടുക്കണം. നമുക്കതിന് ഈ ഗണ്ണ് എടുത്തേ മതിയാവും. ആരാണ്ട് വരുന്നുണ്ടല്ലോ ഗൈസ്. പണിപ്പാളി ഗൈസ്, പണിപ്പാളി. ഇല്ല ഗൈസ്, പണി പാളിയിട്ടില്ല. അമ്മമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്, കാരണം നമ്മൾ മാസ്ക് വെച്ചില്ലേ. ഞാൻ വിചാരിച്ച് പിടിക്കുന്നതാണ് ഗൈസ് വിചാരിച്ചത്. നമുക്ക് എന്തായാലും പ്ലാസ്മ ഗണ്ണ് ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ എങ്ങാണ്ടാണ് നമ്മുടെ ഗ്യാസ് നിറയ്ക്കേണ്ടത് ഗൈസ്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെയാണ് കളി. ഓക്കെ, നമുക്കപ്പോൾ ആരും വരുന്നില്ലല്ലോ അല്ലേ? ആരും വരുന്നില്ല എന്ന് തോന്നുന്നു ഗൈസ്. എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. ആരാണ്ടും വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ എന്തായാലും പയ്യെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് കളി അവിടെ വരുന്നത്. നമ്മുടെ അമ്മാമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ്. മിക്കവാറും ആ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കും അമ്മാമ്മ അങ്ങോട്ട് പോയത് ഗൈസ്. നമുക്ക് അവരെ ഇങ്ങോട്ടെങ്കിലും വിളിച്ചു വരുത്തണം ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഒരു ഒച്ച ഇവിടെ ഉണ്ടാക്കിയിട്ട് അവരെല്ലാവരും ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം. എന്നിട്ട് നമുക്ക് മേളിൽ പോയിട്ട് ആ ഗ്യാസ് സെറ്റാക്കാൻ. അയ്യോ, നമ്മുടെ മാസ്ക് എവിടെ? ഈ മാസ്കിനെ കൊണ്ട് തോറ്റു ഗൈസ്. സിലിണ്ടറിന മാസ്ക്. നമുക്ക് ശബ്ദം ഉണ്ടാക്കി എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചു വരുത്താം ഗൈസ്.
ഓക്കെ, ഞാൻ എന്തായാലും അവിടെ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ എണ്ണങ്ങളും ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ആ തക്കത്തിൽ നമുക്ക് എന്തായാലും മേളിൽ ചെന്നിട്ട് നമ്മുടെ ഗ്യാസ് ഫില്ല് ചെയ്യണം. എന്നാലാന്ന് തോന്നുന്നു ആ ഗണ്ണ് വർക്കാവുള്ളൂ. ഓക്കെ, ഗ്രാനി അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട്. വേറെ ആരും പോകുന്നില്ലേ? ഓക്കെ ഗൈസ്, എല്ലാവരും അങ്ങോട്ട് ചെന്നു എന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, എടുക്ക്. ഗ്യാസ് സിലിണ്ടർ എടുത്തിട്ടുണ്ട്. ഓക്കെ, നിറക്കി ഫില്ലാക്കണം ഗൈസ്. ഇത് ഫുള്ളും ഫില്ലാക്കിയാലാണ് കളി നടക്കത്തുള്ളൂ. ഓ ഗൈസ്, പണിപാളി ഗൈസ്. ആരോ വരുന്നുണ്ട്. ഞാൻ മേളിൽ പോയി എന്തായാലും ആ ഗണ്ണൊന്ന് സെറ്റ് ആക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഗണ്ണ് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. പണിപാളി വെടിക്ക്. ആ കഥ ഗൈസ്, ഗുഡ് ബൈ ഗൈസ്. എടാ എന്ത് കഷ്ടമാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ആ ഗണ്ണിന് നല്ല പവർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. കാരണം നമ്മൾ ആ വെടി വെച്ചപ്പോൾ നമ്മുടെ ബക്കും ചത്തു, നമ്മളും ചത്തു ഗൈസ്. ആരാണ്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും ഗണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും എല്ലാവരും തീർക്കാൻ പറ്റുമെന്ന് നോക്കണം ഗൈസ്. നമ്മളെ കുറേ ഇട്ട് വെള്ളം കുടിപ്പിച്ചവരാണ് ഇവർ ഗൈസ്. ആരെയും കാണാനില്ലല്ലോ ഗൈസ്. എല്ലാവരും വന്നിട്ട് വേണം നമുക്കൊന്ന് തകർക്കാൻ. ഓക്കെ, ബോബ് ഇപ്പോൾ തന്നെ ചത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ സൗണ്ട് ഉണ്ടാക്കുകയാണ്. ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരാതിരിക്കില്ല ഗൈസ്. അപ്പോൾ എന്തായാലും വരട്ടെ ഗൈസ്. ആരെയും കാണാനില്ലല്ല. എവിടെയാണ് ഇവരൊക്കെ ഗൈസ്? ആരോ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സൗണ്ട് കേൾക്കാനുണ്ട് ഗൈസ്. വരുന്നുണ്ട്, ആരാണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും വെടിച്ച് നോക്കാം. ഓ ഗൈസ്, ഗ്രാനിയും ഗ്രാൻഡപ്പയും ചത്തു ഗൈസ്. ഈ തോക്കിന് നല്ല പവറാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഗൈസ് ഈ ഗണ്ണ് എടുക്കുന്നത്. വേറെ ആരും വരുന്നുണ്ട് ഗൈസ്. ആരാണ്? ഇല്ല ഗൈസ്, ആരും ഓ മേളികൂടിയാണ് ഗൈസ് വരുന്നത്. ഓ ഗൈസ്, നമ്മുടെ ബക്ക് തെറിച്ച് പറന്നൊക്കെയാണ് പോണേ ഈ ഗണ്ണ് വെച്ച് പിടിച്ചപ്പോൾ. നമുക്കിനി ഒരാളെ കൂടി കൊല്ലാനുള്ളൊരു ഇതുണ്ട് ഗൈസ്, ഗ്യാസ് ഉണ്ട് ഇതിനകത്ത്. പക്ഷേ നമ്മുടെ ബോബ് ഓൾറെഡി ചത്തായിരുന്നു. അവന് എന്തായാലും നമുക്ക് ആരെയും കൊല്ലണ്ട ഗൈസ്. നമുക്കിനി നേരെ രക്ഷപ്പെടാം. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും 3 സാധനങ്ങൾ എന്തായാലും എടുക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും 3 സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മുടെ സിയർ എസ്കേപ്പ് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഡോർ എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ആ വീഡിയോ എന്തായാലും ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്, ബൈ.